സമരം ചെയ്യും. പിന്നോട്ടില്ല, പിന്നോട്ടില്ല, ആണോ? ആര് പറഞ്ഞു? പഞ്ചാരക്കൊല്ലിയിലെ ജനരോഷമാണ് നമ്മൾ കാണുന്നത്. വലിയൊരു ജനക്കൂട്ടം തന്നെയാണ് അവിടെ തടിച്ചുകൂടിയെത്തിയത്. മന്ത്രിക്ക് വഴിയൊരുക്കാനെത്തിയ പോലീസ് സന്നാഹത്തിന് പോലും നിയന്ത്രിക്കാൻ സാധിക്കാത്ത തരത്തിലേക്ക് അവിടെ ജനങ്ങൾ പ്രതിഷേധിക്കുകയാണ്. തങ്ങൾക്ക് സമാധാനത്തോടുകൂടി കിടന്നുറങ്ങാനുള്ള നീതി വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്രതിഷേധിക്കുകയാണ്. മന്ത്രിക്ക് ഗോ ബാക്ക് വിളികളുണ്ട്. ഏറ്റവും പ്രധാനമായും മന്ത്രി എ കെ ശശീന്ദ്രൻ മുൻ നിലപാടുകൾ തിരുത്തണമെന്ന് അവിടുത്തെ പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നു. അനീഷ് കുമാർ ചേരുന്നു വിവരങ്ങളുമായി. അനീഷ്, വൻ പോലീസ് സന്നാഹത്തിന് നടുവിലാണ് മന്ത്രി. പക്ഷേ ഇതുവരെ ഒന്ന് അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ പോലും സാധിച്ചില്ല. ഇപ്പോൾ രാധയുടെ വീട്ടിലേക്ക് കയറുകയാണോ മന്ത്രി? വീട്ടുകാരെ, നാട്ടിലുള്ള ആളുകളെ ശരിക്കും അക്ഷരാർത്ഥത്തിൽ തള്ളി മാറ്റിയും തറയിലിട്ട് ചവിട്ടിയും ഒക്കെയാണ് മന്ത്രിക്ക് വഴിയൊരുക്കുന്നത്. മന്ത്രിയുടെ 2 പ്രസ്താവനകൾ തിരുത്തണമെന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചത്. പക്ഷേ മന്ത്രി വാഹനത്തിൽ നിന്ന് പോലും ഇറങ്ങി ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്യാൻ തയ്യാറാവാത്ത സാഹചര്യമാണ്. രാധയുടെ വീട്ടിലേക്ക് മന്ത്രി എത്തുകയാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. വലിയ പ്രതിഷേധത്തിന് നടുവിലൂടുകൂടി ഇപ്പോഴും മന്ത്രി പുറത്തിറങ്ങിയിട്ടില്ല. വാഹനത്തിൽ തന്നെയാണ്. രാധയുടെ വീടിന് മുൻപിലേക്ക് മന്ത്രിയുടെ വാഹനം എത്തുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ പ്രതിഷേധത്തിനൊടുവിലൂടി അവിടുത്തെ പ്രതിഷേധക്കാരെ പിടിച്ചു മാറ്റിക്കൊണ്ട് പോലീസ് മന്ത്രിക്ക് വഴിയൊരുക്കുകയാണ്. ഇത്ര നേരം നമ്മൾ കണ്ടതാണ്. വഴിയിൽ തടഞ്ഞിരിക്കുകയായിരുന്നു മന്ത്രിക്ക് നേരെയുള്ള ജനരോഷം നമ്മളിപ്പോൾ ഇത്ര നേരം കേട്ടതാണ്. ആ ജനരോഷത്തെയൊക്കെ തള്ളി മാറ്റിക്കൊണ്ട് നമുക്കിതാ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി കാണാം. പോലീസ് സാധാരണക്കാരെ പിടിച്ച് വലിച്ചുകൊണ്ട് നിലത്തുരുട്ടിക്കൊണ്ടാണ് മന്ത്രിക്ക് വഴിയൊരുക്കിയത്. ഇപ്പോൾ മന്ത്രി എ കെ ശശീന്ദ്രൻ രാധയുടെ വീടിന് മുൻപിലേക്ക് എത്തിയിരിക്കുകയാണ്. വൻ പോലീസ് സന്നാഹത്തിന്റെ നടുവിൽ ഇപ്പോൾ മന്ത്രി പുറത്തേക്കിറങ്ങാൻ നോക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധമാണ് പുറത്ത് നടക്കുന്നത്. ഇതാ ഇപ്പോൾ മന്ത്രി പുറത്തിറങ്ങുകയാണ്. മന്ത്രി എ കെ ശശീന്ദ്രൻ കടവീട് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. പുറത്ത് വൻ പ്രതിഷേധം ഇപ്പോഴും നടക്കുന്നുണ്ട്. മന്ത്രിക്ക് നേരെയുള്ള മുദ്രാവാക്യങ്ങൾ നമുക്ക് കേൾക്കാം. ഗോ ബാക്ക് വിളികൾ കേൾക്കാം. ഇതിനൊക്കെ നടുവിലൂടുകൂടി കൂക്കുവിളികൾ കേൾക്കാം. ഇതിനൊക്കെ നടുവിൽ കൂടി മന്ത്രി ഇപ്പോൾ രാധയുടെ വീടിന് അകത്തേക്ക് പ്രവേശിക്കുകയാണ്. അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറല്ല. ഈ വലിയ പ്രതിഷേധങ്ങളും ജനങ്ങളുടെ ആശങ്കയും ഒക്കെ നടക്കുന്ന ഇതേ സമയത്ത് തന്നെയാണ് കോഴിക്കോട് അദ്ദേഹം ഒരു ഫാഷൻ ഷോ പരിപാടിയിൽ പാട്ടുപാടിയത്. അതടക്കം പറഞ്ഞുകൊണ്ട് പരിഹസിച്ചുകൊണ്ടാണ് ഉള്ള കൂക്കിവിളികൾ നമുക്ക് കേൾക്കാൻ സാധിച്ചു. എന്തായാലും വലിയ ജനരോഷത്തിന് നടുവിലൂടുകൂടി ഇപ്പോൾ ഇതാ രാധയുടെ വീട്ടിലേക്ക് വനമന്ത്രി എത്തിയിരിക്കുകയാണ്. വലിയ പ്രതിഷേധത്തിനൊടുവിൽ മന്ത്രി ഇപ്പോൾ രാധയുടെ വീടിനകത്തേക്ക് പ്രവേശിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്ര വലിയ പ്രതിഷേധം നടന്നപ്പോൾ പോലും അവിടുത്തെ ജനങ്ങളെ ഒന്ന് കാണാനോ അവരെ ഒരു വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിക്കാനോ മന്ത്രി മുതിർന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. അദ്ദേഹം ആ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയില്ല. ഒരുപക്ഷെ അത് പോലീസിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കും. എന്നാൽ പോലും ഇപ്പോൾ മാധ്യമങ്ങളോട് പോലും സംസാരിക്കാതെ അദ്ദേഹം വീടിനകത്തേക്ക് കയറി പോയിരിക്കുകയാണ്. കുടുംബാംഗങ്ങളെ കണ്ട ശേഷം മന്ത്രി പ്രതികരിക്കുമോ എന്ന് അറിയേണ്ടതുണ്ട്. എന്തായാലും മുൻ നിലപാടുകൾ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധം രാവിലെ മുതൽ നടന്നിരുന്നു. ഇപ്പോൾ മന്ത്രി വരുന്നതിന് മുൻപ് തന്നെ അവിടെ വലിയ ജനക്കൂട്ടം തടിച്ചുകൂടിയിരുന്നു.
പ്രതിഷേധമുണ്ടാകുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ വൻ പോലീസ് സന്നാഹം അവിടെ എത്തിയിരുന്നു രാവിലെ തന്നെ. ഇപ്പോൾ ഇതാ